2-3 ലക്ഷം രൂപ മാസം ശമ്പളം വാങ്ങിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഡിവിഷണൽ ഓഫീസർ അദ്ദേഹം തന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാതെ ഇവിടെ ചടഞ്ഞുകൂടിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് നല്ല ഒന്നാം തരം ഇന്നോവ കാർ അവിടെ പുറത്ത് കിടക്കുന്നുണ്ട്. ഇവിടെ ജോമോൻ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞല്ലോ, അവിടെ വണ്ടിയില്ല. ഫോറസ്റ്റ് ഓഫീസുകളിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പോവാൻ വേണ്ടി വണ്ടിയില്ല, വാഹനമില്ല എന്ന് പറയുമ്പോൾ ആ വാഹനം ഏതെങ്കിലും തരത്തിൽ അവിടെ ശരിയാക്കി കൊടുക്കുവാൻ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാവണ്ടേ? മന്ത്രി ശ്രീ പി രാജീവ് പങ്കെടുത്ത് അങ്കമാലി TBയിൽ യോഗം ചേർന്നു. ഈ DFമാര് അന്ന് പങ്കെടുത്ത DFമാര് ചാലക്കുടി DF ഉണ്ടായിരുന്നു, അതിരപ്പള്ളി ഉണ്ടായിരുന്നു, ഈ DF ഉണ്ടായിരുന്നു. വളരെ കൃത്യമായ നിർദ്ദേശം കൊടുത്തു. ഈ 3 DFOയുടെ കീഴിൽ വരുന്ന പ്രദേശത്ത് ആവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങളുടെ പരിധി വയ്ക്കാതെ, സ്ഥലപരിധി വയ്ക്കാതെ തന്നെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് സഹായിക്കണം. എവിടെയാണ് ആന ഇറങ്ങുന്നത്, കാട്ടുപോത്ത് ശല്യമുള്ളത്, അവിടെയെല്ലാം തന്നെ അവിടെ ഒരു അതിരാവിലെ RRT എന്ന് പറയുന്ന ഒരു സംഘത്തെ ഉണ്ടാക്കി അത് അവിടെ വാഹനം സഞ്ചരിച്ച് അവിടെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി. അത് ഇതുവരേക്കും ഫലപ്രദമായി ചെയ്യാൻ തയ്യാറാവുന്നില്ല. ചാലക്കുടി DFOയുടെ ഭാഗത്ത് കുറച്ച് മര്യാദ കാണിക്കേണ്ട അദ്ദേഹം അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഗുണം ആ പ്ലാന്റേഷൻ അകത്ത് തൊഴിലാളികൾക്ക് കുറച്ച് ഗുണം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ വരുന്ന ഭൂരിപക്ഷം വരുന്ന ഈ മലയാറ്റൂർ ഡിവിഷന് കീഴിലുള്ള ഭാഗങ്ങളിൽ വീണ്ടും പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. ആന ഈ ആന ഇറങ്ങുന്നതിന് വേണ്ടി ഇപ്പോ ആനയുടെ നാട്ടിലേക്കുള്ള ഇറക്കത്തെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ ഇവിടെ വളരെ ഗൌരവപ്പെട്ട് കാണേണ്ട മറ്റൊരു കാര്യം, ഈ കാട്ടിനുള്ളില് അവിടെ ഈ തേക്കും തൈ വെച്ച് അതിന് ചുറ്റും ഫെൻസിങ് ഇട്ട ശേഷമാണ് ഈ ആനകളൊക്കെ വെള്ളവും അതോടൊപ്പം തന്നെ ഭക്ഷണവും തേടി താഴേക്ക് വരണത്, നാട്ടിലേക്ക് വരണത്. തനി ക്രൂരതയാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ക്രൂരത, അവരെ തട്ടിപ്പിന്റെ വെട്ടിപ്പിന്റെ കഥകള് നാം മനസ്സിലാക്കുമ്പോൾ ഇവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ തരത്തിൽ ഈ വിഭാഗത്തെ, ഈ പാവപ്പെട്ട ആളുകൾ ഇത്രയേറെ പ്രതിസന്ധിയിലാക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഏത്തവാഴ കൃഷി വെച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേ മരിച്ചീനി കൃഷി വെച്ചു കഴിഞ്ഞാൽ, നെൽകൃഷി വെച്ചു കഴിഞ്ഞാൽ ഇതൊന്നും തന്നെ കർഷകന് കിട്ടുന്നില്ല, അതിന്റെ ഫലങ്ങൾ കിട്ടുന്നില്ല, അതിന്റെ ഗുണം കിട്ടുന്നില്ല. കർഷകനെ ചവിട്ടി മതിക്കുകയാണ്. എങ്ങനെയാണ് കാട്ടില് ഒരു ഈ പറയുന്ന കരിമ്പിൻ കാട്ടിൽ ഒരു ആന കയറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കരിമ്പിൻ കാട് ചവിട്ടി മതിക്കുന്ന പോലെ കർഷകന്റെ അവൻ പണിയെടുത്ത് അവന്റെ പൈസയും മുടക്കി എല്ലാം തന്നെ ഈ നമ്മുടെ അവരുടെ കൃഷിസ്ഥലത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ നശിപ്പിക്കുകയാണ്. ഒരുപാട്